stage. ഈ പരിപാടിയുടെ അധ്യക്ഷൻ വാർഡ് പ്രസിഡന്റ് റസാഖ്, അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യായ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി അടക്കം വേദിയിലെയും സദസ്സിലെയും നേതാക്കന്മാരെ, ഇന്ന് സ്വീകരണം ഏറ്റുവാങ്ങുന്ന നഗരസഭ UDFൻ്റെ അംഗങ്ങളെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും. കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ എതിരാളികൾ വളരെ കള്ളപ്രചരണങ്ങൾ നടത്തുകയും ആ കള്ളപ്രചരണത്തിനെതിരെ മറുപടി കൊടുത്ത് 21 സീറ്റുള്ള UDF 24 സീറ്റ് വിജയിക്കാൻ സഹായിച്ച ഇവിടുത്തെ വോട്ടർമാരെ ആദ്യമായി ഞാൻ അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. എതിരാളികൾ പ്രചരണം നടത്തിയത് അതുമാത്രമല്ല, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നഗരസഭയിൽ UDFന് അധികാരം കിട്ടുകയില്ല, അണുകൂർ മേഖലയിൽ 6 സീറ്റ് സിറ്റിംഗ് ഉള്ളത് അത് 4 ചുരുങ്ങും എന്നൊക്കെ പ്രചരണം നടത്തിയതിനുള്ള മറുപടിയാണ് ഈ മേഖലയിൽ നിന്നും 8 സീറ്റ് നമുക്ക് നേടാൻ സാധിച്ചു. അതും നിങ്ങളെല്ലാ പരിശ്രമം കൊണ്ടാണ്. അപ്പോൾ ഈ വാർഡിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ പ്രത്യേകമുള്ള ഒരു വാർഡാണ്, പ്രത്യേകതയുള്ള വാർഡാണ്. കാരണം മുസ്ലിം ലീഗിന് അന്ന് ഷംനാദ് സാഹിബിനെ മത്സരിപ്പിക്കാൻ കാസർഗോഡ് നഗരസഭയിൽ ഏറ്റവും നല്ല സുരക്ഷിത വാർഡ് ഏതെന്ന് അന്വേഷിച്ചപ്പോൾ അത് തുരുത്തി വാർഡ് എന്നാണ് അന്നത്തെ നേതാക്കന്മാർ തിരഞ്ഞെടുക്കുകയും അന്ന് ഷംനാദ് സാഹിബിനെ എടുത്ത് മത്സരിപ്പിച്ച് വിജയിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ സായിനാഥ് സലീം കാസർഗോഡ് നഗരസഭയിൽ വോട്ട് ചേർത്തപ്പോൾ സായിനാഥ് സലീമിനെ അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കാൻ ഏതാണ് സുരക്ഷിത വാർഡ് എന്ന് പറഞ്ഞപ്പോൾ നേതാക്കന്മാരും ഞങ്ങളും തീരുമാനിച്ചു അത് തുരുത്തി തന്നെ. അങ്ങനെയാണ് ഈ തുരുത്തിയിൽ നിന്ന് 2 തവണ നഗരസഭാ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ നമ്മൾക്ക് സാധിച്ചു. പിന്നെ ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. അടുത്ത നടക്കാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഈ വിജയം മാത്രമല്ല, മുമ്പത്തിനേക്കാളും കൂടുതൽ വോട്ട് നേടി ഇവിടുത്തെ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനത്തിൽ ഇന്നു മുതൽ തന്നെ നിങ്ങളെല്ലാവരും രംഗത്തിറങ്ങണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പിന്നെ എനിക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇതിനു മുമ്പുള്ള നേതാക്കന്മാരൊക്കെ ഇവിടെ പ്രസംഗം നടത്തി. ഈ പരിപാടിക്ക് എല്ലാവിധ മുനിസിപ്പൽ കമ്മിറ്റിൻ്റെ എല്ലാവിധ